ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ചിത്രമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫ്ലൈവീൽ, ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, ക്ലച്ച് സ്പ്രിംഗ് എന്നിവ. ഇതിൽ ഒരു ക്ലച്ച് പ്ലേറ്റ് മാത്രമേ ഉണ്ടാവൂ. ഈ ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് ഷാഫ്റ്റിന് പുറത്തുള്ള സ്പെലൈൻസിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഫ്ലൈവീൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ അറ്റത്തായി ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. പ്രഷർ പ്ലേറ്റ് ക്ലച്ച് സ്പ്രിങ്ങുകളുടെ സഹായത്താൽ ഫ്ലൈ വീലുമായി ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. ക്ലച്ച് പെഡലിൽ നിന്നും കാലെടുക്കുന്ന അവസരത്തിൽ, അതായത് ക്ലച്ച് എൻഗേജായിരിക്കുന്ന അവസരത്തിൽ, ക്ലച്ച് സ്പ്രിങ്ങുകൾ പ്രഷർ പ്ലേറ്റിന് പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് കാരണം ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈവീലിനും പ്രഷർ പ്ലേറ്റിനും ഇടയിൽ പ്രസ് ആയിരിക്കും. ക്ലച്ച് പ്ലേറ്റിന്റെ രണ്ട് സൈഡുകളിലും ഫ്രിക്ഷൻ പ്രതലം ഉള്ളത് കാരണം ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈവീലിനോടൊപ്പം കറങ്ങുന്നു. ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്ന അവസരത്തിൽ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങുന്നു. അങ്ങനെ എഞ്ചിൻ പവർ ക്രാങ്ക്ഷാഫ്റ്റിൽ നിന്നും ഗിയർബോക്സിലേക്ക് കൈമാറുന്നു. ക്ലച്ച് പെഡൽ അമർത്തുന്ന അവസരത്തിൽ, അതായത് ക്ലച്ച് ഡിസ്എൻഗേജ് ആയിരിക്കുന്ന അവസരത്തിൽ, പ്രഷർ പ്ലേറ്റ് സ്പ്രിങ്ങിന്റെ ഫോഴ്സിനെ എതിർത്ത് കൊണ്ട് പുറകിലേക്ക് ചലിക്കുകയും ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റിനും ഫ്ലൈവീലിനും ഇടയിൽ സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. ഇതുകാരണം ഫ്ലൈവീൽ കറങ്ങുന്ന അവസരത്തിൽ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നില്ല, തൽഫലമായി എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഗിയർ ബോക്സിലേക്ക് കൈമാറുന്നില്ല.